ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് ആദർശ നയനയും കൂടെ മൂർത്തി മുത്തശ്ശനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ആ സമയത്ത് ജയൻ അവിടെ പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജയനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം കൂടെ എന്നിട്ട് ചോദിച്ചു, അച്ഛൻ എങ്ങനെയുണ്ട്? മുത്തശ്ശൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പേടിക്കാനൊന്നും ഇല്ലടാ, പിന്നെ അറിയാലോ ഒരു പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തളർന്നു പോകുന്ന ആളൊന്നുമല്ല നിന്റെ മുത്തശ്ശൻ. നിർബന്ധമായിട്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന, പിന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, അല്ല മുത്തശ്ശന് ഇത്ര പനി വരുന്നോടം വരെ അവിടെ വെച്ചോണ്ടിരിക്കുന്ന കാര്യം ഉണ്ടായിരുന്നോ വെച്ചാ? പെട്ടെന്ന് എന്നത് കൊണ്ടുവന്നാ പോരായിരുന്നോ? എന്ത് ചെയ്യാനാ എന്റെ മോളെ, ഇതുപോലും ആണെങ്കിലോ അമ്മ വിളിച്ചു പറഞ്ഞിട്ടാ ഞങ്ങൾ അറിഞ്ഞ്. ഞങ്ങളോട് ആടും അച്ഛൻ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചു പോലുമില്ല. അപ്പോഴേക്കും നയന പറഞ്ഞു, ഒരു പക്ഷേങ്കില് മുത്തശ്ശന് വിഷമം കാണും ഉള്ളില്. ആദർശേണ്ണെ ഞങ്ങളെ കാണാതിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് കാണുമെന്ന് പറഞ്ഞു. ജയൻ പറഞ്ഞു, ചിലപ്പോൾ അതില്ലാതിരിക്കില്ല, മനസ്സിൽ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾക്ക് മുത്തശ്ശനെ ഒന്ന് കാണണമെന്ന് ആദർശ് പറയണം. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, വാ കയറി വാന്ന് പറഞ്ഞു. അങ്ങനെ അവര് മുത്തശ്ശന്റെ ഏരിയയിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് മുത്തശ്ശൻ കണ്ടടച്ച് കിടക്കുക. നയന മുത്തശ്ശാന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോഴേക്കും മുത്തശ്ശൻ നോക്കി ആദർശനെ നയനയും കണ്ടു. മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി. തനിക്ക് ഒരു വയ്യായിക വന്നു കഴിഞ്ഞപ്പോ അവര് ഓടി വന്നല്ലോ. പക്ഷെ ആ സന്തോഷമൊന്നും മുത്തശ്ശൻ പുറമേ കാണിച്ചില്ല. മുത്തശ്ശൻ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതെ മുത്തശ്ശനൊരു വയ്യായിക വന്നെന്നറിഞ്ഞ ഞങ്ങൾക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റുമോ? അതാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മുത്തശ്ശൻ ദേഷ്യം അഭിനയിച്ചു പറഞ്ഞു, അതെ എനിക്ക് വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കാണാനായിട്ട് ആരും വരണ്ട. നയന ചോദിച്ചു, അതെന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞേ? മോളും മോളുടെ ഭർത്താവും കൂടെ വീട് വിട്ട് ഇറങ്ങിപ്പോയതാ. ഞങ്ങളാരും ഇറക്കി വിട്ടൊന്നുമല്ല, പ്രകാരം ഇറങ്ങിപ്പോയതാ. അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. എനിക്ക് അവരെ കാണാനൊട്ട് താല്പര്യമില്ല. ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ പോലും എന്നെ കാണാൻ വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. എനിക്കും വല്ലാത്തൊരു വിഷമായി പോയി. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, എന്താ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നല്ലാതെ ഞാൻ എങ്ങനെ പറയണം? നിന്നോട് ആരാ പറഞ്ഞു ഇവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ലെന്ന്. അത് പിന്നെ ആദർശം നയനയല്ലേ? ആദർശ് ആരാ? അച്ഛന്റെ മോനല്ലേ, കൊച്ചുമോനല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ അച്ഛൻ എന്തിനാ? അതെ എനിക്ക് വയ്യ, ഈ സമയത്ത് എനിക്ക് വഴക്കടിക്കാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു ഇനി എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് ആരും വരേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ടിനിപ്പോ നയനയ്ക്കും ആദർശനും വിഷമായി. പിന്നീട് നയനയോട് പറഞ്ഞു, മോളെ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതിനെ നോക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട്. അല്ലാതെ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ല. ആദർശ് പോയപ്പം ആ പിന്നാലെ പോയവളാണ് നീയും. നിനക്ക് നിന്റെ ഭർത്താവിനെ കുറിച്ച് ചില സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നീ നിറവേറ്റുക. അല്ലാതെ ഈ കിളവൻ ഇവിടെ കിടന്ന് നോർത്തുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടി വരേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞത് മനസ്സിലായാലോ? ഇനി ഇത് കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല, എനിക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അതിനർത്ഥം ആദർശനോട് നയനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാനാ. പിന്നീട് ആദർശ് പറഞ്ഞു, ഇനി മുത്തശ്ശൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്നെ ആട്ടി ഇറക്കിയാലും ശരി, മുത്തശ്ശനൊരു വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടി വരും, അതിലൊരു മാറ്റം ഉണ്ടാകത്തില്ല. ബാ നയനെ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ജയൻ പിന്നാലെ വന്നിട്ട് പറഞ്ഞു, എടാ നിനക്ക് അച്ഛനോട് ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ, അച്ഛന്റെ സ്വഭാവം അറിയാലോ. അച്ഛൻ ആകെ തകർന്നിരിക്കുക. ആ ഏൻ ജ്വല്ലറിക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം അച്ഛനൊരു മനസ്സമാധാനമില്ല, അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണേ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, എനിക്ക് അതിനകത്ത് വിഷമമൊന്നുമില്ല. പാവം മുത്തശ്ശൻ, ഒരു പക്ഷെ ഞാനല്ലേ ഇതിനെല്ലാം കാരണക്കാരൻ. ഞാൻ കാരണമല്ലേ മുത്തശ്ശന്റെ ശിരസിപ്പ കുനിഞ്ഞിരിക്കുന്നേ, അല്ലായിരുന്നെങ്കിലോ? അത് കേട്ടപ്പോ നയന പറഞ്ഞു, എന്നാലും മുത്തശ്ശൻ ഇങ്ങനെയൊന്നും പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അച്ഛാ. സാരമില്ല, പോട്ടെ മോളെ, എല്ലാം ശരിയാകും. ആദർശ് പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ തലയെടുപ്പോട് കൂടിയിട്ട് ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുത്തശ്ശൻ എന്നെ ചേർത്ത് പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ വരാൻ പറഞ്ഞ് നയനയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. ചേന് ഭയങ്കര സങ്കടമായിപ്പോയി. ഇതറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓടി വന്നതാ. പിന്നീട് മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അച്ഛൻ ആ പറഞ്ഞ എന്തായാലും ശരിയായിട്ടുള്ള കാര്യമില്ല, മോശമായി പോയെന്ന് പറഞ്ഞു. അതെ എനിക്ക് എൻ്റെതായ നീതി ന്യായങ്ങളുണ്ട്, കൂടുതൽ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിന്നാ മതി, ഇല്ല നീ പോയിക്കോ എന്നൊക്കെ ജയനോട് ദേഷ്യപ്പെട്ടു. ജയൻ പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. വയ്യാത്ത സമയത്ത് ഇനി എന്തേലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതേ സമയത്ത് ദേവേനിയ നല്ല ടെൻഷനില്ല. എങ്ങനെയുണ്ട് ഏതുണ്ടെന്ന് ഒന്നും അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് ആദർശിന്റെ കോള് വരുന്നത്. ആദർശ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ദേവേനി ചോദിച്ചു, എടാ മോനെ നീ അച്ഛനെ പോയി കണ്ടോന്ന് ചോദിച്ചു. കണ്ടു, എന്ത് പറഞ്ഞു? ഇപ്പം മുത്തശ്ശന് കുഴപ്പമില്ലമ്മേ, അമ്മ വിഷമിക്കൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനിക്ക് ഒരു സമാധാനമൊക്കെ. പിന്നീട് ജലജയോട് പറഞ്ഞു, ജലജ
നീ ഇനി പോയി കിടന്നോളാൻ പറയണ. അപ്പൊ ജലജ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നീട് ജലജ മുറിയിലേക്ക് പോവാണ്. പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനാണ് അഭി കാര്യങ്ങളൊക്കെ അറിയണേ. അഭി വന്ന് ജലജയോട് ചോദിച്ചു, അമ്മേ ഇത്തവണ കിളവൻ തട്ടിപ്പോവെന്തെങ്കിലും ചെയ്യുവോ? എടാ നിന്റെ കരുനാക്ക് വിളിച്ച് അങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞു. അമ്മേ തട്ടിപ്പോണ രക്ഷപ്പെട്ടില്ലേ നമ്മള്. സ്വത്തുവകളൊക്കെ നമുക്ക് കിട്ടുമല്ലോ. എങ്ങനെ കിട്ടുമെന്നാ നീ പറയണേ? എടാ തട്ടിപ്പോയിട്ടുണ്ട് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. തീരുമാനമോ? എടാ അങ്ങേർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വീട് വിട്ടിറങ്ങി ആദർശ് നയനെ വീട്ടിലേക്ക് കയറി വരത്തില്ലേ? ഓ അത് ശരിയാണല്ലോ അല്ലേ, അതിനെക്കുറിച്ച് ഞാൻ ഓർത്തില്ല എന്ന് പറഞ്ഞു. അതാ പറഞ്ഞേ അവർ ഈ വീട്ടിലേക്ക് കയറി വരില്ല. കിളവൻ ജീവിച്ചിരുന്നാൽ മാത്രമേ അവരിങ്ങോട്ടേക്ക് വരാതിരിക്കുള്ളൂ. ഒരു പക്ഷെ നിന്റെ മുത്തശ്ശൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരത്തില്ല. വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറക്കി ഓടിക്കുമല്ലോ. പക്ഷെ അല്ലാത്ത പക്ഷം ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചോ അങ്ങേർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട്. അഭി പറഞ്ഞു, അമ്മ പേടിക്കൊന്നും വേണ്ട. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഏൺ ജ്വല്ലറിയിൽ എനിക്ക് അധികം വൈകാതെ തന്നെ ഒരു ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ജോലിയോ? അതെ, അത് നവ്യയുടെ റെക്കമെൻഡേഷനിലാന്ന് പറഞ്ഞു. നവ്യ ഇപ്പൊ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള മോഡലാണല്ലോ. അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോട് പോയിട്ട് ജലജ ചോദിച്ചു, എടാ രക്ഷപ്പെടാൻ പറ്റുമോ നമുക്ക്? അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ. അല്ല എടാ എന്ത് ജോലിയാ അവിടെ? അമ്മേ ബ്രാഞ്ച് തുടങ്ങി കഴിയുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ടാ അവർ പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എടാ അങ്ങനെയാണ് നീ അവിടെ പിടിച്ചു തന്നോ. ഒരു പക്ഷേങ്കിൽ നിന്റെ ജീവിതമെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. പിന്നെ അവന്തികയുടെ കാര്യം കഴിയുന്നോടം വരെ എനിക്കിവിടെ നിന്നേ മതിയാവുള്ളൂ. അറിയാലോ, അവളെയും കൊണ്ട് ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവളുടെ കല്യാണമൊന്നും നല്ല രീതിയിൽ എനിക്ക് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഭി പറഞ്ഞു, ആ സാരമില്ലമ്മേ, അമ്മ എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുമെന്ന് പറഞ്ഞു. അമ്മ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. പിന്നീട് ആദർശിനടുത്തേക്ക് കിരൺ വരുന്നുണ്ട്. കിരൺ വന്നിട്ട് ആദർശിനോട് പറഞ്ഞു, എടാ എനിക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരണിന് ആദർശിന് ഭയങ്കര സന്തോഷമായി. പിന്നീട് ആദർശ് പറഞ്ഞു, അധികം വൈകാതെ തന്നെ അയാളുടെ അടുത്തേക്ക് ചെല്ലണം. ഇനി അധിക ദിവസം താമസിപ്പിച്ചുകൂടാ. ഡീൽ ഉറപ്പിക്കാൻ പോവാന്നും പറഞ്ഞിട്ട് ഞാൻ പോന്ന. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല, ഒരു തവണയും കൂടെ അല്ലേ പോയുള്ളൂ. ഇനി അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അയാളെ വീഴിക്കാണ്ട് നമുക്കൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു. അതിനുള്ള തന്ത്രം നമുക്ക് പയറ്റാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന വന്നിട്ട് പറഞ്ഞു, അത്ര എളുപ്പമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല കിരണേട്ടാ. അറിയാലോ, ഈ ഏഞ്ചലിയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ ഡേവിഡിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞ് ഈസി ആയിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ടാണല്ലോ കിരണേട്ടൻ്റെ ആ ഫ്രണ്ടിന് പോലും സാധിച്ചിട്ടില്ലോ. കിരൺ പറഞ്ഞു, അധികം വൈകാതെ അവനെ നമ്മളൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനത് സാധിച്ചു തരുന്നവനാ. ഇത്തവണ എന്താണെങ്കിലും നടക്കും. ഈ പറയുന്ന ഡേവിഡിന്റെ ഫോൺ കോളുകളും കാര്യങ്ങളും ഒക്കെ എങ്ങോട്ടാ പോകുന്നത്, ആർക്കാ പോണെന്ന് അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന്റെ പിന്നിൽ ആരാ ഉള്ളതെന്ന് കണ്ടെത്താൻ സാധിക്കും. യഥാർത്ഥത്തിലുള്ള ഏഞ്ചലുടെ ഉടമ ഇയാളാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന്. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, എനിക്ക് ആ കാര്യത്തിലാണ് സംശയമുള്ളത്. ഈ പറയുന്ന അയാൾക്ക് ഇത്ര വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ ആ ഡയമണ്ട് കളക്ഷൻ കാണാൻ കയറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിത് മനസ്സിലായതാ. അയാൾക്ക് കൂടുതലായിട്ട് സ്വർണത്തിനെ കുറിച്ച് ബിസിനസിനെ കുറിച്ചൊന്നും അറിയില്ലാന്ന്. അയാള് ഒരു MD മാത്രമാണ്. പക്ഷെ ഇതിന്റെ കരുക്കൾ നിൽക്കുന്ന മറ്റാരാന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, അധികം വൈകാതെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ ആദർശിനെ ആശ്വസിപ്പിക്കുവാണ്. ഇതേ സമയത്ത് ജലജ ദേവേന്റെ അടുത്തേക്ക് വരികയാണ്. ദേവേന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല എടുത്തി അച്ഛനെ കാണാൻ പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, എന്താണെങ്കിലും അച്ഛൻ ഇങ്ങോട്ടേക്ക് വരും, ഇന്നോ നാളെ ഇങ്ങോട്ടേക്ക് വരും. അച്ഛനെ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അല്ല അച്ഛന്റെ മുമ്പത്തെ അസുഖങ്ങളൊക്കെ കുറഞ്ഞില്ലേന്ന് ചോദിച്ചു. അതെന്താടി നീ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നേ? അല്ല ഞാൻ ചോദിച്ചെന്നുള്ളൂ. എന്താ ഇനിയിപ്പം അച്ഛൻ മരിച്ചു കാണാനാണോ നീ പ്രാർത്ഥനകളും വഴിപാടുകളുമായിട്ട് നടക്കണമെന്ന് ചോദിച്ചു. അയ്യോ ഏട്ടത്തി എന്ത് വർത്താനാ പറയണേ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇല്ലാത്ത കാര്യം പറയല്ലേ ഏട്ടത്തി, ദൈവദോഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, നീയല്ലേ ആള്, നീ ഇതല്ല ഇതിനപ്പുറം ചെയ്യും. എന്തിനാ നിന്റെ മോൻ എന്തിയാ, അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു. എന്തിനാ എടുത്തി? ഓ അവനാ മുറിക്കകത്ത് കയറി പൊരുന്നിരിക്കണം, ഇങ്ങോട്ട് വിളിക്കടി, ഇവിടെ കുറെ പണിയുണ്ട്, അവനകത്ത് കയറി നിന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. പിന്നീട് അബി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേന് പറഞ്ഞു, എടാ നീ അങ്ങനെ അകത്ത് കയറി ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, അറിയാലോ നിന്നോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ അബിക്ക് നല്ല ദേഷ്യം വന്നു. ഇവർ കിടന്ന് തിളക്കട്ടെ, എത്ര നാൾ ഇവർക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അധികം വൈകാതെ തന്നെ താൻ AM ജ്വല്ലറിയിലേക്ക് പോകും. ഒന്ന് കണ്ടോ, ഇവർക്കിട്ടുള്ള പണിയും കൊടുത്തിട്ട് താൻ പോകത്തുള്ളൂ. മൂർത്തി ജ്വല്ലർ തകർന്ന് തരിപ്പണമായപ്പോ അപ്പോഴിവരുടെ അഹങ്കാരമൊക്കെ തീരും എന്നൊക്കെ അബി ഇങ്ങനെ മനസ്സിൽ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.